നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വെള്ളപ്പാണ്ട് രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബോബി കൃഷ്ണ ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സാധാരണയായിട്ട് വളരെയധികം ആൾക്കാരിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് വെള്ളപ്പാണ്ട് രോഗം. അപ്പോൾ അതുണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടർ ലൈവ് ആരംഭിക്കാം. തീർച്ചയായും. നമ്മുടെ ചർമ്മത്തിലെ നിറം തരുന്ന ഒരു കോശം, അതാണ് മെലനോസൈറ്റ് എന്ന് പറയുന്ന ഒരു കോശം. ഈ കോശത്തിൻ്റെ പ്രവർത്തനം കാരണം അതിൽ നിന്ന് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ പിഗ്മെൻറ്റിൻ്റെ നമ്മൾ ഓരോരുത്തരിലും, അത് നമ്മുടെ ഇന്ത്യൻസിലാണെങ്കിലും വെളിയിലെ രാജ്യക്കാരിലാണെങ്കിലും അവർക്കെല്ലാവർക്കും ഈ നിറത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ നിറം കിട്ടുന്നത്. അത് ഓരോ റേസിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ നിറം കൊടുക്കുന്ന കോശങ്ങൾക്ക് തകരാറുണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ തകരാറെന്ന് പറയുമ്പോൾ ഒന്നി നമ്മുടെ ശരീരം കൊണ്ട് തന്നെ ആ കോശങ്ങൾ നശിക്കുക, അല്ലെങ്കിൽ ആ കോശങ്ങൾ നശിക്കാതെ കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന പിഗ്മെൻ്റായ മെലാനിൻ്റെ പ്രവർത്തനം താറുമാറാകുക. ഈ കാരണങ്ങൾ കൊണ്ടാണ് വിറ്റ്ലേഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന രോഗം നമ്മളിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ശരാശരി നമ്മുടെ ഒരു പോപ്പുലേഷൻ സ്റ്റഡി എടുത്ത് നോക്കുകയാണെങ്കിൽ ഉദ്ദേശം 1 മുതൽ 2% വരെ ആൾക്കാർ 100 പേരെടുത്തു കഴിഞ്ഞാൽ 1-2 പേർക്ക് കാണാം. പക്ഷേ ഹയസ്റ്റ് റേഷ്യോ പറയുന്ന ഒരു 18% വരെ പറയുന്നുണ്ട്. ഇത് കൂടുതലും കാണുന്ന കറുത്ത ചർമ്മമുള്ളവരിലാണ്, അതായത് നമ്മുടെ ഏഷ്യൻ സ്കിന്ന് അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്കിന്ന്. അപ്പോൾ ഇന്ത്യക്കാരിൽ ഇതിൻ്റെ അളവ് മറ്റ് നമ്മുടെ വെളിയിലുള്ള രാജ്യങ്ങളെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ഈ മെലാനിൻ ഉണ്ടാകുന്ന കോശങ്ങളുടെ തകരാറ് കാരണമാണ്. പക്ഷേ ഒക്കേഷണലി ചില സമയത്ത് ഈ കോശങ്ങളുടെ തകരാറല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുടെ അലർജി കാരണം, അതായത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില റബ്ബർ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവരിൽ ആ ഉപയോഗിക്കുന്ന ഭാഗത്ത് മാത്രം അതിൻ്റെ അലർജിയുടെ ഭാഗമായിട്ട് നമുക്ക് വെളുത്ത പാടുകൾ അവിടെ കാണാറുണ്ട്. ഒട്ടിക്കുന്ന പൊട്ട്, അപ്പോൾ ഇതിനകത്ത് ഫീനോൾ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അപ്പോൾ ആ ഒട്ടിക്കുന്ന പൊട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ കുങ്കുമം ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെളുത്ത പാടുകൾ കാണാറുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. എന്റെ മോന് 11 വയസ്സായി. ശരി. അപ്പൊ അവന്റെ മൂക്കില് ഒരു 2 വയസ്സ് തൊട്ട് ഇങ്ങനെ കാണുകയാണ്, മൂക്കിലും കുറുക്കിലും മാത്രമാണ്. അപ്പൊ അത് ആണെങ്കിൽ ഞങ്ങളിപ്പോ വേറൊരു ആശുപത്രിയിൽ കുറച്ച് ദിവസം മരുന്ന് കൊടുത്തിരുന്നു. അപ്പൊ അത് ഒരു കുറവും കാണുന്നില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, വളരുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അതിനെന്ത് ചെയ്ത്? മൂക്കിന്റെ പുറത്തും എന്നാണ് പറഞ്ഞത്. ഈ പുറത്തെന്ന് പറഞ്ഞാൽ പുറം മുഴുവനായിട്ടുണ്ടോ അതോ വട്ടത്തിലായിട്ടാണോ കാണുന്നത്? മൂക്കിലും കുറുക്കിലും മാത്രമേ 2 പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അന്ന് ഈ 2 വയസ്സ് തൊട്ട് ഇപ്പോൾ ഈ 11 വയസ്സ് വരെ അതുപോലെ നിൽക്കുകയാണ്, വളർച്ചയില്ല, ഒന്നുമില്ല. വളർച്ച അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഡോക്ടറെ കാണിച്ചതും പറഞ്ഞ് ഇത് പാണ്ട് രോഗത്തിന്റെ അല്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഇതിപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഇത് പാണ്ഡുരോഗമാണെങ്കിൽ ഇനിഷ്യലി നമ്മൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അധികം നിറമില്ലെങ്കിൽ കൂടി ഓവർ സ്റ്റേജ് കൊണ്ട് ഇത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിറം ഒന്നും കൂടെ വെളുക്കുന്നതായിട്ട് കാണും. ആദ്യം കാണുമ്പോൾ പക്ഷേ ഇത് 2 വയസ്സിൽ തന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ടു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കിതൊരു നിറം കുറഞ്ഞ ഒരു നീവസ് ആകാം, അതായത് ഒരു മറുകാകാം. നമുക്ക് കൊച്ചുകുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മറുകുണ്ട്. അതിന് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുകാണ്. ചികിത്സകളൊന്നും തന്നെ ഇല്ല, നമ്മുടെ ഒരു ബർത്ത് മാർക്കാണത്. അതിനെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, അത് പാണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട, വെളുത്ത ഒരു മറുകായിട്ട് അതിനെ കൺസിഡർ ചെയ്ത് ചികിത്സയൊന്നും എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷേ അത് മറുക് തന്നെയാണോ എന്നുള്ളതൊരു ഡോക്ടറിനെ കണ്ട് തീരുമാനപ്പെടുത്തണം. കാരണം അത് പാണ്ടായിരുന്നെങ്കിൽ ഈ ഒരു 11 വർഷം കൊണ്ട് അതൊന്ന് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടാവും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറിന്റെ ചോദിച്ചോളൂ. അബു. നമസ്കാരം. എനിക്ക് 30 വർഷമായിട്ട് ശരീരത്തിൽ കൈകാലുകളിലും ചുണ്ടിലും വെള്ളപ്പാണിന്റെ അസുഖമുണ്ട്. പല ചികിത്സകളും ചെയ്തു. ഹോമിയോ, അലോപ്പതി, ആയുർവേദം ഒക്കെ ചെയ്തു. ഫോട്ടോതെറാപ്പി വരെ ചെയ്ത്. അതൊരു വ്യാപകമാകുന്നേ ഉള്ളൂ, കുറവില്ല. ഈ ഫോട്ടോതെറാപ്പി എടുത്തുകൊണ്ടിരുന്ന സമയത്തും വ്യാപകമാകുന്നുണ്ടായിരുന്നോ അബു? കുറവില്ലായിരുന്നില്ല. ഉള്ളിലോട്ട് മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടായിരുന്നോ?
ഇല്ല, അന്ന് മരുന്നൊന്നും കഴിപ്പില്ലായിരുന്നു. ഫോട്ടോതെറാപ്പി ഉണ്ടായിരുന്നു. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരട്ടാനായിട്ടുള്ള ലേപനങ്ങൾ ഉണ്ടായിരുന്നോ? ലേപനങ്ങൾ ഉണ്ടായിരുന്നു, അത് പുരട്ടി. കുറവൊന്നുമില്ലായിരുന്നു. ഒന്നും കുറവൊന്നുമില്ല, ഉണ്ടായില്ല. ഇത് ഇപ്പം ഈ ഈ ഈ ചികിത്സാ രീതി ഫോട്ടോതെറാപ്പി എത്ര നാൾ മുമ്പാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്? 3 വർഷത്തിന് മുന്നായിരുന്നു. ഇപ്പൊ ഒരു ചികിത്സ എടുക്കുന്നില്ല. ഒരു ചികിത്സയില്ല. ഈ നമ്മുടെ ഈ പാണ്ഡുരോഗം എന്ന് പറയുന്നത് നമുക്കതൊരു ദീർഘനാൾ അതിൻ്റെ ചികിത്സ വേണ്ട ഒരു അസുഖമാണ്. നമുക്ക് പലപ്പോഴും എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്ക് എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് വേണം. നമുക്ക് ഞാൻ ഈ രോഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ. നമ്മുടെ ചർമ്മത്തിൽ നിറമുണ്ടാകുന്ന കോശങ്ങൾ പ്രവർത്തനരഹിതം കൊണ്ട്, അല്ലെങ്കിൽ അത് തകരാറ് കാരണമാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ കോശങ്ങൾ നമ്മൾ അവിടോട്ട് കൊണ്ടുവരുന്നതാണ് സർജിക്കൽ മെത്തേഡ് വഴിയാണ്. അല്ലാതെ നമ്മൾ മെഡിക്കൽ ചികിത്സയിലൂടെ മാത്രം ചെയ്യുവാണെങ്കിൽ അതിന് സാധാരണ രീതിയിൽ കോശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഈ മെലാനിൻ പിഗ്മെൻറ്റ് സാധാരണ കോശങ്ങളിൽ നിന്ന് ഈ ഇല്ലാത്തിടത്തോട്ട് വരാനായിട്ടുള്ളൊരു സമയമുണ്ട്. ആ ഒരു മിനിമം സമയം നമ്മൾ ചികിത്സയിലൂടെ മാത്രം കൊണ്ടുവന്നാൽ അത് സാധാരണ രീതിയിൽ ഒരു 6 മാസം മുതൽ ചിലപ്പോൾ 2 വർഷം വരെ എടുക്കും. പക്ഷേ ഈ 3 മാസം ഒരു ചികിത്സ തുടങ്ങി നമുക്ക് 3 മാസത്തിനുള്ളിൽ ഒരു പ്രയോജനവും അതിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ഫോം ഓഫ് സ്റ്റേജിലേക്ക്, അത് ചികിത്സാ രീതി സമ്പ്രദായത്തിലോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിലുള്ള ചികിത്സ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അബു പറഞ്ഞതുപോലെ തന്നെ അബുവിന് 30 വർഷമായിട്ട് പാണ്ഡുരോഗമുണ്ട്. അപ്പോൾ ഇപ്പം ഏതാണ്ട് ശരീരത്തിൻ്റെ എത്ര ഭാഗത്തിൽ ഈ പാണ്ഡുരോഗം വന്നിട്ടുണ്ടെന്ന് പറയാമോ? ഉദ്ദേശം പറഞ്ഞാൽ മതി. കാൽമുട്ടുകളിലും കാൽപാദങ്ങളിലും കൈവെള്ളകളിലും ഉണ്ട്. ശരീരത്തില്ല. ശരീരത്ത് പുറത്തും വയറത്തും ഒന്നുമില്ല. ബാക്കി കയ്യിലും കാലിലും മുഖത്തും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏക്രോഫേഷ്യൽ വിറ്റിലേഗോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഗ്രഭാഗങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു വിറ്റിലേഗമാണ്. നമ്മുടെ ശരീരത്തിൽ ഈ നിറം ഉണ്ടാകുന്നത്, ചികിത്സ കൊണ്ട് നിറം ഉണ്ടാകുന്നത് നമ്മുടെ രോമസുഷിരങ്ങളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് ആ ഭാഗത്തിലോട്ട്, അതായത് നിറമില്ലാത്ത ഭാഗത്തോട്ട് വന്നാണ് നമ്മൾ നിറം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ആ നിറം അവിടോട്ട് പോകുന്നത്, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന പിഗ്മെൻറ്റ്. അപ്പോൾ അതിന് മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഓരോന്നിനും ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ അഗ്രഭാഗങ്ങളിൽ നമുക്ക് രോമസുഷിരങ്ങളില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ നിറം വരാനായിട്ടുള്ള സമയവും ദൈർഘ്യവും കൂടുതലായിരിക്കും. പക്ഷേ എന്നാൽ മുഖത്താണെങ്കിൽ രോമസുഷിരങ്ങൾ കൂടുതലാണ്, എക്സെപ്റ്റ് ഫോർ നമ്മുടെ ചുണ്ടുകളിൽ രോമസുഷിരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെള്ളപ്പാണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സമയമെടുക്കും. അല്ലാതെ മുഖത്ത് എവിടെയെങ്കിലും വെള്ളപ്പാണ്ട് വന്നു കഴിഞ്ഞാൽ ചികിത്സ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ വളരെ വൃത്തിയുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റാനും പറ്റും. അപ്പോൾ ഈ ചികിത്സാ രീതി ഇപ്പോൾ ഫോട്ടോതെറാപ്പിയൊക്കെ അവലംബിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ചികിത്സാ രീതിയാണ്. അതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അടുത്ത സ്റ്റേജ് ഓഫ് തെറാപ്പിയിലോട്ട്, ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടതുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. വെള്ളപ്പാണ്ട് രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ബോബി കൃഷ്ണയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ, സാധാരണയായിട്ട് വെള്ളപ്പാണ്ട് രോഗം ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ്? പുറമേ നമുക്കിതിന് ഒരു രോഗലക്ഷണം എന്ന് പറയാനായിട്ട് കാണുന്ന പാട് മാത്രമല്ല, അത് വേറെ ഒന്നും തന്നെയില്ല. ഒരു വേദനയോ ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഈ പാണ്ടുകൊണ്ട് ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു വെളുത്ത പാടായിരിക്കത്തില്ല, ഒരു നിറം കുറഞ്ഞ പാടായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാണ്ഡുരോഗം മുഴുവനായിട്ട് ആകുന്നതിന് മുമ്പ് തന്നെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ നിറം വരാനായിട്ടൊരു ചാൻസും വളരെ കൂടുതലാണ്. പക്ഷേ ഇതിന് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഡോക്ടറിനെ കാണാനായിട്ടുള്ള വിമുഖത പലരും കാണിക്കും. നമുക്കിപ്പോൾ ഒരു ചുമ വരുമ്പോഴത്തേക്ക് ചുമ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറിനെ കാണുന്നത്. പക്ഷേ ചർമ്മത്തിലൊരു വെള്ളപ്പാണ്ട്, അതും ചെറിയൊരു വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ നിറം കുറഞ്ഞ പാണ്ട്, ഉപദ്രവമൊന്നുമില്ലെങ്കിൽ പലരും ഡോക്ടറിനെ കാണിക്കാൻ മടിക്കും. അപ്പോൾ അത് നാച്ചുറലി ഒരു അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ്റെ ഭാഗമായിട്ട് അത് കൂടുകയും ശരീരത്തിൽ, കാരണം ഞാൻ പറഞ്ഞു ഈ ഡിസ്ട്രക്ഷൻ, അതായത് ഇതിൻ്റെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നും ചെയ്തില്ലെങ്കിലാണ് അത് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ചികിത്സാ രീതി അവലംബിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ചികിത്സയ്ക്ക് നമുക്ക് ഈ ചികിത്സ കൊണ്ട് തന്നെ രോഗം ശരീരത്തിൽ മൊത്തത്തിലെ ത്വക്കിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും. അത് വളരെ ലിമിറ്റഡ് ആക്കുകയും ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ട് നമുക്ക് നിറം കൊണ്ടുവരാനും പറ്റും. പക്ഷേ ഒരുപാട് ആൾക്കാരിൽ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ഇത് പൂർണ്ണമായിട്ടും മാറുമോ, ക്യൂർ ഉണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ക്യൂർ എന്നുള്ളൊരു വാക്ക് നമുക്ക് ഈ ഒരു അസുഖത്തിന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരിക്കൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരില്ല എന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഒന്ന്, നമുക്ക് ജനിതകമായിട്ട് ഇത് വരാനായിട്ടുള്ള ഒരു
നമ്മൾ ഇൻഹെറിൻ്റ് ആയിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് ജനറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയും. നമുക്കിത് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരിലും ഇത് വരത്തില്ല. അതിൻ്റെ കൂടെ നമ്മുടെ ചുറ്റുമായിട്ടുള്ള എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ് ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ മാത്രമേ ഇത് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുവാണെങ്കിൽ അവർക്കിത് വീണ്ടും റിക്കർ ചെയ്യാം. റിക്കർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചികിത്സിച്ച് ഭേദമാകുന്നത് പോലെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്ന പലരും ഇതിന് ചികിത്സയില്ല, ഇനിയും എനിക്കൊരു കാര്യവുമില്ല, പാണ്ഡുരോഗമാണ് എന്നുള്ള രീതിയിൽ പലരും നമുക്ക് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്കൊക്കെ പൈസ ഉണ്ടല്ലോ ഡോക്ടറെ, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. പാണ്ഡുരോഗവും അതിനുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബോബി കൃഷ്ണയാണ്. ഡോക്ടർ, ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചായിരുന്നു നേരത്തെ പറഞ്ഞു തുടങ്ങിയത്, അതൊന്ന് വിശദീകരിക്കാമോ? നമുക്ക് പാണ്ഡുരോഗത്തിൻ്റെ ചികിത്സ 3 ആയിട്ട് തരംതിരിക്കാം. 1 പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ, 2 ഉള്ളിലോട്ട് കൊടുക്കുന്ന മരുന്നുകൾ, 3 പ്രകാശരശ്മികൾ കൊണ്ടുള്ള ചികിത്സാ രീതികൾ. അപ്പോൾ പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ നമുക്ക് നിറം വരാനായിട്ടുള്ള ലേപനങ്ങളുണ്ട്, അസുഖം കുറയാനായിട്ടുള്ള ലേപനങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ടോപ്പിക്കലി പുരട്ടാൻ, അതും പുറമേ പുരട്ടാനായിട്ടുള്ള ലേപനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അല്ലാതെ നമ്മൾ 2 ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന 2 മരുന്നുകളുണ്ട്, ടാക്രോലിമസ്, മിമിക്രോലിമസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? മാഡം, ഇത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ സാർ, എന്റെ രണ്ട് കാലിനും വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. കാലിന്റെ ഏത് ഭാഗത്തായിട്ടാ വരുന്നേ? ഒന്ന് മുട്ടിന്റെ താഴെ. മുട്ടിന് താഴെ, ചെരിപ്പിടുന്ന ഭാഗത്തല്ലല്ലോ അല്ലേ? അല്ല, ശരി. മുട്ടിന് താഴെ മാത്രം വെളുത്ത പാടുകൾ വരുന്നുണ്ട്. രണ്ട് കാലിൽ ഒരു 3 വന്നിട്ടുണ്ട്, പിന്നെ വയറെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഈ വട്ടത്തിലുള്ള പാടുകളുടെ അവിടെ ഉള്ള രോമങ്ങളും വെളുത്തിട്ടുണ്ടോ? ഇല്ല, രോമമില്ല കാലിന്റെ അവിടെ. കാലിന്റെ അവിടെ രോമം ഇല്ല? ഇല്ല. അത് ശരി. വയറിന്റെ അവിടുത്തെ രോമങ്ങളുണ്ടോ? അവിടെയും വെളുത്തിട്ടുണ്ടോ? രോമങ്ങൾ വല്ലതും വെളുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം നമുക്ക് ഇത് നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നതാണോ അതോ നിറം കുറഞ്ഞിരിക്കുന്ന പാടുകളാണോ? മീഡിയം കളറാണ്. അപ്പം നമുക്ക് ഈ നിറം കുറഞ്ഞ പാടുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന 2-3 കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പാടുകളിൽ തൊടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? കാലിൽ സ്പർശനശേഷിയൊക്കെ അറിയാൻ പറ്റുന്നില്ല? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് വേറെ ഒരു അസുഖമുണ്ട്, നമുക്ക് പകരുന്നതായിട്ടുള്ള ഒരു അസുഖമുണ്ട്, ഹാൻസൻസ് ഡിസീസ് എന്ന് പറയും. അത് നമുക്കൊരു ഡോക്ടറിനെ കണ്ട് ചികിത്സ ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാധാരണ രീതിയിൽ നമുക്ക് ഈ പാണ്ഡുരോഗമാണെങ്കിൽ ഈ പാണ്ഡുരോഗം ഉണ്ടാകുന്ന വെള്ളപ്പാടുകളിൽ അവിടുത്തെ ഉണ്ടാകുന്ന രോമങ്ങളും വെളുക്കും. അതാണ് ഒരു പ്രധാന നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് രോഗങ്ങളിൽ നിന്നും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പാട് സ്പർശനശേഷി കുറഞ്ഞ നിറം കുറഞ്ഞ പാട്, അത് തൂവെള്ളയും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ ഹാൻസൻസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതൊരു പകർച്ചവ്യാധി രോഗമാണ്. പാണ്ഡുരോഗമായിട്ട് എന്തെങ്കിലും ബന്ധമില്ല. ഈ നിറത്തിൽ അല്പം വ്യത്യാസമുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാണ്ഡുരോഗമല്ല, അത് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. പാണ്ഡുരോഗം നമുക്ക് ചികിത്സിക്കാം, നിറം കൊണ്ടുവരാം, എല്ലാം ചെയ്യാം. പക്ഷേ നമുക്കതിന് ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ ഒരു അസുഖമാണെങ്കിൽ നമുക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ്. അത് മറ്റുള്ളവർക്ക് പകരുന്നത് കൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. ഒരു ത്വക്ക് രോഗ വിദഗ്ധനെ കണ്ട് അതിൻ്റെ ചികിത്സാ നടപടികൾ ഉടനടി സ്വീകരിക്കണം കേട്ടോ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ചികിത്സാ രീതികളെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പുരട്ടുന്ന ലേപനങ്ങൾ ഞാൻ പറഞ്ഞു 2 രീതിയിലാണ്. ഇനി ഉള്ളിലോട്ട് കഴിക്കുന്ന മരുന്നുകൾ. ഉള്ളിലോട്ട് കഴിക്കുന്ന നമുക്ക് അസുഖം സ്പ്രെഡ് ചെയ്യുന്ന, അതായത് പകരുന്ന, ഒരാൾക്ക് തന്നെ പുതിയ പാടുകൾ വരുന്നു അല്ലെങ്കിൽ ഉള്ള പാടുകൾ പടരുന്നു. ആ സമയത്ത് നമുക്കിത് പടരാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അത് പല കാറ്റഗറിയിലുള്ള മരുന്നുകളുണ്ട്. അത് ഇത് രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമായതുകൊണ്ട് തന്നെ, കാരണം നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് ഈ മെലനോസൈറ്റ് അല്ലെങ്കിൽ മെലാനിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശരീരം തന്നെ ഇതിനെതിരെ
പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അത് എന്തൊക്കെ കാരണങ്ങൾ വരുമ്പോഴാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നത്? ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലെ ഇപ്പം എൻ്റെ മുടി, എൻ്റെ ത്വക്ക്, എൻ്റെ നിറം ഇതെല്ലാം എൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാനിത് എൻ്റേതാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനൊന്നും റിയാക്ഷൻ വരുന്നത്. എന്നാൽ പുറമേ ഉള്ള ഒരു രോഗമാണോ കയറുമ്പോൾ അത് എൻ്റേതല്ല. അപ്പോൾ നമ്മളെ ശരീരം അതിനെതിരെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കും. അതിനെയാണ് അതിനെ ഉണ്ടാക്കുന്ന കുറച്ച് ശ്വേത രക്താണുക്കളാണ്, ശ്വേത കോശങ്ങളാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ശ്വേത കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ തന്നെ, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയും. ഈ ശ്വേത കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ തന്നെ ഉണ്ടാക്കുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ശരീരത്തിനെതിരെ സ്വന്തം ശരീരം, അത് നമ്മുടെ തൈറോയ്ഡ്. അതുകൊണ്ട് നമുക്ക് പാണ്ഡുരോഗമുള്ളവരിൽ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ അസുഖമുണ്ടോ, ആമവാദമുണ്ടോ, ഡയബറ്റീസിൻ്റെ അസുഖമുണ്ടോ, ഇങ്ങനത്തെ മറ്റ് അസുഖങ്ങളും കൂടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തും. കാരണം ഇവർക്ക് മറ്റുള്ള അസുഖങ്ങളും വരാനായിട്ടുള്ള, ഇതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലും ഇതേപോലെ ആക്റ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിലോട്ട് മരുന്ന് കൊടുക്കേണ്ടി വരും. അത് രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ഒരുപാട് നാൾ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് പറ്റത്തില്ല. ഈ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുരട്ടാനായിട്ടുള്ള ലേപനങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോതെറാപ്പിയിലോട്ട് പോകും. ഫോട്ടോതെറാപ്പിയെ കുറിച്ചൊന്നും അതാണ് മൂന്നാമത്തെ ചികിത്സാ രീതിയാണ് ഫോട്ടോതെറാപ്പി അല്ലെങ്കിൽ പ്രകാശരശ്മി കൊണ്ടുള്ള ചികിത്സാ രീതി. അപ്പോൾ അതിപ്പം അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതി, അത് അൾട്രാവയലറ്റ് എ രശ്മി, അൾട്രാവയലറ്റ് ബി രശ്മി. പിന്നെ മൂന്നാമതുള്ളതെന്ന് പറഞ്ഞാൽ ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ട്, അത് എക്സൈമർ ലേസർ എന്ന് പറയും. ഈ എക്സൈമർ ലേസർ അല്ലാതെ തന്നെ എക്സൈമറിൻ്റെ ലൈറ്റ് ഉപയോഗിച്ചിട്ടും നമുക്കിത് ചെയ്യാം. ഇത് എന്തുകൊണ്ട് നമുക്ക് അൾട്രാവയലറ്റ് രശ്മികൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കും, നമ്മൾ ഫോട്ടോതെറാപ്പിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയേഷൻ തെറാപ്പി, ക്യാൻസറിനുള്ള ചികിത്സയല്ലേ, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ പുറമേ നിന്ന് വെയിൽ കൊള്ളുന്നതിൻ്റെ അതേ ഇത് മാത്രമേ ഉള്ളൂ ഫോട്ടോതെറാപ്പിയിൽ. പക്ഷേ നമ്മൾ വെയിലത്ത് പുറമേ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത രശ്മികൾ ഒരുപാട് നമ്മളുടെ ശരീരത്തിൽ പതിയുന്നുണ്ട്. ഇൻഫ്രാറെഡ് റേസും ഗാമ റേസും ഒക്കെ അതൊന്നും നമുക്ക് വേണ്ടാത്ത രശ്മികളാണ്. നമുക്ക് ഈ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ഈ അൾട്രാവയലറ്റ് ബി രശ്മിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ രശ്മികൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് രോഗത്തിൻ്റെ പകർച്ചേനെയും തടയും, നിറമുണ്ടാകുന്ന കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഇതിൻ്റെ പ്രയോജനമാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്, അതായത് ഏറ്റവും ആദ്യത്തെ ചികിത്സാ രീതിയായിട്ട് ഇതിപ്പോൾ മുന്നോട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാം. ഗർഭിണികളിൽ ഉപയോഗിക്കാം, പാലൂട്ടുന്ന അമ്മമാർക്ക് ഉപയോഗിക്കാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാം. ഇതിന് സൈഡ് എഫക്ട്സ് നമുക്ക് ഓൾമോസ്റ്റ് നില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ എക്സൈമർ ലേസർ, അത് നമ്മളിപ്പം ഈ ഫോട്ടോതെറാപ്പി അതായത് പ്രകാശരശ്മികളുടെ ചികിത്സ നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ചികിത്സ എടുക്കണം. പക്ഷേ ഈ എക്സൈമർ ലേസർ എന്ന് പറയുന്നത് നമുക്ക് 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ ഒരു സിറ്റിംഗ് മതി. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, പ്രകാശരശ്മികൾ നമുക്ക് ശരീരത്തിൽ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചേമ്പേഴ്സ് ഉണ്ട്. ഈ ലേസർ രശ്മികൾ നമുക്ക് പോയിൻ്റായിട്ടേ പറ്റത്തുള്ളൂ. അത് വിലയേറിയ ചികിത്സയാണ്, പക്ഷെ പെട്ടെന്ന് നിറവും കിട്ടും. അപ്പോൾ ഏതെങ്കിലും 1-2 പാടുകൾ ഉള്ളവർക്കാണെങ്കിൽ ഈ എക്സൈമർ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട് തന്നെ അസുഖം പൂർണ്ണമായിട്ട് ദീർഘനാൾ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്പ്രെഡിങ് അല്ലാത്ത ലീഷൻസ് ആണെങ്കിൽ ഈ ചികിത്സ കൊണ്ട് നമുക്ക് ആ പെർമനൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ നമുക്ക് കിട്ടും. ഇതിലും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് സർജിക്കൽ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് അതിൻ്റെ രീതികൾ കൂടെ ഒന്ന് പറഞ്ഞു തരാം. സർജിക്കൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിറമുണ്ടാക്കുന്ന കോശം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു പാർട്ട് ഓഫ് സ്കിൻ തന്നെ നമുക്ക് അവിടോട്ട് മാറ്റിവെക്കാം. അത് രണ്ടായിട്ട് ചെയ്യാം. ഒരു കുറച്ച് സ്കിന്നിൻ്റെ ഒരു പാർട്ട് നമുക്ക് ഈ പാണ്ഡുരോഗമുള്ളിടത്തോട്ട് കീറി നമുക്ക് അവിടെ സ്പ്ലിറ്റ് തിക്നെസ് ഗ്രാഫ്റ്റ് എന്ന് പറയും, ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതുകൂടാതെ അതിനെക്കാട്ടിലും ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ഗ്രാഫ്റ്റുകളും സെൽ ഗ്രാഫ്റ്റുകളുമാണ്. അത് ടിഷ്യൂ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ച്, നമ്മൾ ഒരു ചെറിയ 1.5 മില്ലിമീറ്റർ സൈസുള്ള പഞ്ചുകൾ അല്ലെങ്കിൽ 2 മില്ലിമീറ്റർ സൈസുള്ള പഞ്ച് അല്ലെങ്കിൽ അതിലും ചെറിഞ്ഞ കുഞ്ഞ് പഞ്ചുകൾ വെച്ചിട്ട് നോർമലി നമുക്ക് നിറമുള്ള കോശങ്ങളിൽ നിന്ന് തൊലി എടുത്തിട്ട് അവിടോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത് ഒരു ഇതേപോലെ തന്നെ ചെറിയ ഒരു 1, 2, 3 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു തൊലി എടുത്തിട്ട് അതിനെ നമ്മൾ പ്രത്യേകതരം മീഡിയാസിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ നിറം ഉണ്ടാക്കുന്ന കോശങ്ങളെയും ത്വക്ക് കോശങ്ങളെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ നിറം ഉണ്ടാക്കുന്നതും ത്വക്കുണ്ടാക്കുന്ന കോശങ്ങളെയും അവിടോട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി, അത് എപ്പിഡെർമൽ സെൽ സസ്പെൻഷൻ എന്ന് പറയും. ഈ ചികിത്സാ രീതിയുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ
നമുക്ക് ഒരു പാണ്ഡുരോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന നിറവും നമ്മുടെ സാധാരണ നിറവും തമ്മിൽ ഒരുപോലെ ഇരിക്കും. അതൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്തതിന് ശേഷവും ഇത്തരം ചികിത്സാ രീതികൾ ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറില്ല. ഒരു 40% വരെ ഈ പാണ്ഡുരോഗമുള്ളവർക്ക് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസിൽ പറ്റാം. ചില ആൾക്കാർക്ക് വേണമെങ്കിൽ അതൊരു 50 വരെ ആക്കാം, നമുക്ക് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ 50% മേളിൽ പാണ്ഡുരോഗമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചികിത്സാ രീതി ഇതല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞു, ഉള്ളിലോട്ട് നമുക്ക് രോഗങ്ങളൊന്നുമില്ല, പുറമേ കാണാനായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പലയിടത്തും നിറം വെളുത്തിരിക്കുന്നു, പലയിടത്തും കറുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിറം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലായിടത്തെയും നിറം ഒരുപോലെ വെളുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിലെ ബാക്കിയുള്ള കോശങ്ങളെല്ലാം വെളുപ്പിക്കാനായിട്ടുള്ള ക്രീമുകൾ അവൈലബിൾ ആണ്. അതിന് ചില ലേസേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മരിച്ചുപോയ മൈക്കിൾ ജാക്സൺ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വെളുപ്പിച്ചത് അദ്ദേഹത്തിന് ഈ പാണ്ഡുരോഗം ഉണ്ടായതുകൊണ്ട് ഓൾമോസ്റ്റ് ശരീരത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളപ്പാണ്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കറുത്ത തൊലിനെയും കൂടെ അദ്ദേഹം വെളുപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതേപോലെയുള്ള ചികിത്സാ രീതി നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് പലപ്പോഴും ഒരു പകർച്ചവ്യാധിയുടെ തരത്തിലാണ് ആൾക്കാർ നോക്കിക്കാണുന്നത്. അതിനെത്രമാത്രം അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഹിസ്റ്ററിയാണ്. കാരണം ക്രിസ്തുവിറ മുതൽ നമ്മുടെ പരമ്പരാഗതമായിട്ട് തന്നെ ഈ അസുഖം നമ്മുടെ മിത്സിൽ തന്നെ, അതായത് മഹാഭാരതത്തിലെ പാണ്ഡു എന്നുള്ള ഇത് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ ഒരു മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിറ്റിലേഗോ അല്ലെങ്കിൽ പാണ്ടെന്ന് പറയുന്ന അസുഖത്തിന് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ശ്വേതകുഷ്ഠം എന്നാണ്. വെളുത്ത കുഷ്ഠം. ഇതിന് കുഷ്ഠമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുഷ്ഠരോഗം പകരുന്ന അസുഖമാണ്, പക്ഷേ ഇതിന് പകർച്ചവ്യാധി അല്ല. ഇത് വെറും നമുക്കുണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന നിറങ്ങൾ കൊണ്ടുണ്ടാകുന്ന നിറം കുറയുന്ന കാരണം ഉണ്ടാകുന്ന ഒരു അസുഖം മാത്രമാണ്. ഇത് വേറെ ഒരാൾക്ക് പകരുകയോ ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതോ ആയിട്ടുള്ള ഒരു യാതൊരു കാര്യവുമില്ല. ഇതങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമുക്കുണ്ടാകുമ്പോൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കാരണം പലപ്പോഴും മാനസിക അസുഖങ്ങൾ നമുക്കുണ്ടാകാറുണ്ട് ഈ ചികിത്സിക്കാത്ത പേഷ്യൻസിന്. അപ്പോൾ നമ്മൾ ഏറ്റവും ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് തന്നെ അവർക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ് കൊടുക്കുക. ഇതൊരു പ്രശ്നമല്ല എന്നവരെ മനസ്സിലാക്കിക്കുകയും അവർക്ക് ഫുൾ സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തെക്കുറിച്ച് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും തന്നെയില്ല. ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് ചുരുക്കി പറയാമോ? ഞാൻ പറഞ്ഞു, ഇത് ചില കെമിക്കൽസിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ, അത് അലർജിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പം തലയിൽ കെമിക്കൽ ഡൈ ഉപയോഗിച്ചു, ചിലവർക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ ചൊറിച്ചിലും അവിടെ വെളുത്തും വരാം. അങ്ങനെയുള്ളവരാണെങ്കിൽ പിന്നെ ഒരിക്കലും കെമിക്കൽ ഡൈസ് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് പൊട്ട് തൊടുന്ന ആ ഭാഗത്ത് വെളുത്തു വരുന്നു, അങ്ങനെയാണെങ്കിൽ ഒട്ടിപ്പ് പൊട്ട് പാടില്ല. പ്ലാസ്റ്റിക് ചെരുപ്പിടുന്നു, അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ അസുഖം പിന്നീട് വരാതാക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ ശരീരം തന്നെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അത് നമ്മൾ വരുത്തുന്നതല്ല. അത് ജനിതകമായിട്ട് മീഡിയേറ്റ് ചെയ്യുന്ന ഒരു അസുഖവും എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സുമാണ്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. ചികിത്സിച്ച് ഭേദമാക്കി കൊണ്ടുപോവുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വെള്ളപ്പാണ്ട് രോഗത്തെക്കുറിച്ചും അതിനുള്ള നൂതന ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. ഡോക്ടർ ബോബി കൃഷ്ണയാണ് ഡോക്ടർ ലൈവിൽ പങ്കെടുത്തത്. നന്ദി, നമസ്കാരം. നന്ദി.